ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം, സ്വസ്ഥം, സമാധാനം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു തിരക്ക് പിടിച്ച വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ എനിക്ക് ചക്ക പുഴുങ്ങണം, പിന്നെ മീൻ കറി വയ്ക്കണം, വീട്ടിലത്തേതായ കുറച്ച് പണികളുണ്ട്, അതെല്ലാം തീർക്കണം. അപ്പോൾ മോളെ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ ചക്കയിലേക്ക് പണിയാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അവൾ മുഴുവൻ ചക്ക എടുത്ത് വെതറി മുളഞ്ഞീനൊക്കെ മേത്തോടാക്കി അപ്പോൾ ആകെ സീനാകും. അതുകൊണ്ട് അവളെ കിടത്തി ഉറക്കി. എന്നിട്ട് ഞാനും അമ്മയും വന്നിരുന്ന് ചക്ക നന്നാക്കി, മീൻ കറി വെച്ചു. പിന്നെ എനിക്ക് വീട്ടിലെ കുറച്ച് പണികളുണ്ട്, അതെല്ലാം തീർക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവളെ കിടത്തി ഉറക്കി. അപ്പം അമ്മ എനിക്ക് ചക്ക നന്നാക്കി അരിഞ്ഞ് പാത്രത്തിലാക്കി തന്നു. അപ്പം എനിക്ക് വേഗം എളുപ്പമുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ച് 2-3 വിസിലും ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയാവും. അപ്പോൾ ഒരു ശകലം ചക്കയുള്ളൂ, അത് ഞങ്ങൾ കുറച്ച് എടുത്തു. ബാക്കി ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ അമ്മ എനിക്കുള്ളത് നന്നാക്കി പെറുക്കി അരിഞ്ഞു തന്നു. ആ ചക്കയുടെ പണി അമ്മ ഏറ്റെടുത്തു. ബാക്കി വീട്ടിലെ കുറച്ച് പണികളുണ്ട്. പിന്നെ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കണം. അതിന് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുക ഞാൻ. അപ്പോൾ എൻ്റെ നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ തേങ്ങ 3-4 കഷ്ണമായിപ്പോയി. പിന്നെ ആ മുറിഞ്ഞതും തൂവിയതും എല്ലാം കൂടെ ഞാൻ ചിരണ്ടി ഒപ്പിച്ചെടുത്തു. അപ്പോൾ കുറച്ച് ഒരു അരമുറി തേങ്ങ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ട് പിന്നെ തേങ്ങ ചിരണ്ടി തികയില്ല ഈ ചെറുതൊക്കെ തെറിച്ച് പോയി. അങ്ങനെ ഒരു തേങ്ങ മുഴുവൻ ചിരണ്ടേണ്ട വന്നു. ഒരു കുഞ്ഞു തേങ്ങയായിരുന്നു. അപ്പോൾ നമുക്ക് 4 പേർക്ക് കഴിക്കാൻ ചക്കപ്പുഴുക്കിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടി എടുത്ത് വെച്ചു. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികളും ഉണ്ട്. അതൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. മുകളിൽ ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ അവിടെ പോയി അതെല്ലാം കഴിഞ്ഞ് ഒരു 3 മണി 4 മണി സമയമായപ്പോഴാണ് തിരിച്ച് വന്നത്. പിന്നെ മോളെ കിടത്തി ഉറക്കാൻ ഭയങ്കര പാടായിരുന്നു. അവൾ കുളിച്ചിട്ട് ക്ഷീണമായിരുന്നു, പക്ഷെ അങ്ങോട്ട് ഉറങ്ങുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തല്ലിക്കൊട്ടി പെറുക്കി അവളെ കിടത്തി ഉറക്കിയത്. പിന്നെ ഭയങ്കര മഴയുമായിരുന്നു. വേനൽ 10-ാം മതയം വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മഴ പെയ്തു ഇന്നലെ. അപ്പോൾ മഴയും ആകെ ഒരു ചീഞ്ഞ അവസ്ഥയായിരുന്നു. മടുത്തു പോയായിരുന്നു പറമ്പിൽ പോയിട്ട് വന്നിട്ട്. പിന്നെ കുറേ തുണി കഴുകിയിട്ടിട്ടാണ് ഞാൻ പോയത്. അത് മുഴുവൻ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം കട്ടിലിലേക്ക് കൊണ്ടിട്ടു. അതൊരു ഇന്ന തുണി തന്നെ മടക്കാനുണ്ടായിരുന്നു. കുറേ ഞാൻ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എന്നുള്ള കാര്യം ഓർത്ത്. പിന്നെ ഫോൺ കൊണ്ടുപോയി അനക്കാണ്ട് കൊണ്ട് വെച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞു നോക്കുന്നത് ഫോൺ മറിഞ്ഞ് വീഴുമോ ഞാൻ ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അത് മറിഞ്ഞ് വീഴും. അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിലേക്ക് തുറിച്ച് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ നേരെ മോളെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ട് അവൾ എണീക്കുന്നുണ്ടോ എന്ന് നോക്കണം, ഫോൺ മറിഞ്ഞ് വീഴുമോ അതും നോക്കണം. പിന്നെ പെരയടിച്ച് വാരലാണ് അടുത്ത പരിപാടി. പെരയടിച്ച് വാരുന്നാൽ ഒരു 5-6 മുറിയൊന്നും ഇല്ല കേട്ടോ. ഒരു മുറി, ഹാളും അടുക്കള, ഒരു ബാത്റൂമോ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പെരയൊക്കെ വെച്ച് മാറും. അപ്പോൾ ഇപ്പോൾ ഉള്ള പരിപാടി ആ മുറി ഒന്ന് അടിച്ച് വാരി കുറേ രാവിലെ അടിക്കാണ്ട് പോയതിൻ്റെ കുറേ പൊടിയുണ്ട്. പിന്നെ മോള് വന്ന് നിരത്തി ഇടും. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ഒന്ന് പൊടി തട്ടി വെക്കണം, അത്രേ പറ്റുള്ളൂ. പിന്നെ മുറ്റടിക്കലാണ്. ഒരു ഇന്ന മുറ്റമുണ്ട്, അത് അടിച്ചു വാരി. പിന്നെ ഞാൻ നട്ടു വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് നോക്കി. മഴ പെയ്തിട്ട് വല്ലതും പോയോ എന്നൊക്കെ നോക്കി. അതൊക്കെ നോക്കി. പിന്നെ മുറ്റത്ത് കണ്ട കണസാ സാധനങ്ങൾ ഒരു ഇന്നതുണ്ട്, ചെരുപ്പ്, സൈക്കിളോ അങ്ങനെ അതെല്ലാം ഒതുക്കി പെറുക്കി വിട്ട് ഒരുവിധം ഞാൻ മുറ്റടിച്ചു. അപ്പോഴത്തേക്ക് അമ്മ മീൻ ഞങ്ങൾക്ക് കേരത്തല കിട്ടിയത്. അപ്പോൾ കുറച്ച് കേരത്തല ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടു. ബാക്കി ഞങ്ങളെടുത്ത് നന്നാക്കി പെറുക്കി അതും അമ്മ കറി വയ്ക്കാൻ പോയി. പിന്നെ ഞാൻ തേങ്ങയുടെ അരപ്പ്, തേങ്ങയൊക്കെ നല്ല അടുക്കി പെറുക്കി വീഡിയോയ്ക്ക് നല്ല ഭംഗിയിൽ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാനല്ലാട്ടോ കുക്ക് ചെയ്തത്, എല്ലാം അമ്മയാണ് കുക്ക് ചെയ്ത് തന്നെ. ഞാൻ വീട്ടിലെ കുറച്ച് പണികളും പിന്നെ ഈ നന്നാക്കുന്നതിനൊക്കെ ഇടയ്ക്ക് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ എവിടേക്ക് ഇരിക്കണമെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അമ്മ വന്നിട്ട് അതും തേടി ഇതും തേടിയും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം എടുത്ത് അടുപ്പിച്ച് കൊടുത്തു. പിന്നെ അമ്മ വേഗം മീൻ കറി വെച്ചു. അപ്പോൾ മീനിൻ്റെ ചട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പേടിക്കണ്ട. അത് ആദ്യം കുറേ വെള്ളം ചൂടാക്കി, കഞ്ഞി വെച്ചു, കുളിക്കാൻ വെള്ളം വെച്ചു, കുടിവെള്ളം വെച്ചു, എല്ലാം കഴിഞ്ഞിട്ടാണ് ചട്ടി അടുപ്പത്ത് വെച്ചത്. അപ്പോൾ ആ ചാരം എല്ലാം കൂടെ പറന്നതാണ്. എല്ലാം തൊട്ടിക്കളഞ്ഞിട്ടാട്ടോ മീൻ കറി വയ്ക്കുന്നത്. പിന്നെ വിറകടുപ്പിൻ്റേതായ ഒരു വൃത്തിക്കുറവുണ്ട് അതിന്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു പഴയ വീടാണ്, പൊട്ടിപ്പൊളിയാറായ ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ സിമെൻറ്റ് പോയി, ചാരം പോയി, അങ്ങനെ ഒട്ടിയിരിക്കുന്നതിൻ്റെയൊക്കെയാണ്. അപ്പോൾ അമ്മ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയായി. അത്യാവശ്യം തണുത്ത വിറകായിരുന്നു, അതുകൊണ്ട് ഭയങ്കര പുക. അതിനമ്മ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ, അത് വിറക് വെച്ച് ഉണക്കിയെടുക്കൂല, ഉണക്കി വെക്കാണ്ട് എങ്ങനെയാണ് വിറക് കത്തുന്നത് നല്ല രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് അമ്മ കറി ഉണ്ടാക്കുന്നത്.
പിന്നെ ഞാൻ ഫോണും കൊണ്ട് ചെല്ലുന്നതിൻ്റെ ഒച്ചപ്പാട് അങ്ങനെ. അമ്മയ്ക്ക് നിന്ന് പെരുമാറാൻ പറ്റുന്നില്ല, നീ അങ്ങ് നീങ്ങി നിൽക്കാതെ എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കട്ടെ അമ്മേന്ന് പറഞ്ഞിട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മ നോക്കുന്നുമില്ല. ഭയങ്കര നാണാ പുള്ളിക്കാരിക്ക്. എന്നിട്ട് പിന്നെ അമ്മ മീൻകറിക്കുള്ള സാധനമൊക്കെ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കി. നല്ല മീൻകറി ആയിരുന്നിട്ട്. എൻ്റെ അമ്മ ഹോട്ടലിലൊക്കെ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അമ്മയ്ക്ക് അറിയാം, ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നല്ല ഫുഡമ്മ ഉണ്ടാക്കും. അപ്പം മീൻകറി അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കും മേഡം എണീറ്റ് പിന്നെ ഒച്ചപ്പാടായി, ബഹളമായി, എൻ്റെ വീഡിയോ എടുപ്പ് എല്ലാം കുളമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് മീൻകറി. അപ്പോഴത്തേക്ക് റെഡിയായി. എൻ്റെ ഒരു വീഡിയോ ഞാൻ പോയി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഓക്കെ, താങ്ക് യു.